നമസ്കാരം. ഉയർന്ന രക്തസമ്മർദ്ദം മാധബി ബുച്ചിന്റെ മനോനില തെറ്റിക്കുന്നുവെന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിസന്ധിയിലായ സെബി ചെയർപേഴ്സൺ മാധബി ബുച്ചിന് കൂടുതൽ തലവേദനയുണ്ടാക്കി ഓഫീസിലെ മോശം തൊഴിൽ സംസ്കാരം ചൂണ്ടിക്കാട്ടി ജീവനക്കാർ പരാതി നൽകി. മാധബി ബുച്ചിന്റെ ഓഫീസിലെ തൊഴിൽ സാഹചര്യം വളരെ മോശമാണെന്നാണ് നിരവധി ജീവനക്കാർ ധനമന്ത്രാലയത്തിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. ഓഗസ്റ്റ് 6-നാണ് ഈ കത്ത് നൽകിയതെന്നാണ് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബുച്ചിന്റെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജീവനക്കാരോട് മോശം ഭാഷയാണ് ഉപയോഗിക്കുന്നതെന്ന് കത്തിൽ പറയുന്നു. കൂടാതെ ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാതെ ജോലിയിൽ ടാർഗറ്റുകൾ നിശ്ചയിക്കുക ഉൾപ്പെടെയുള്ള മോശം പ്രവണതകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും ജീവനക്കാരുടെ പരാതിയിൽ ആരോപണമുണ്ട്. ആക്രോശിക്കുക, ശകാരിക്കുക, പരസ്യമായി അപമാനിക്കുക എന്നിവ സെബിയുടെ യോഗങ്ങളിൽ പതിവായിരിക്കുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. ജീവനക്കാരെ ഉന്നത ഉദ്യോഗസ്ഥർ ഓരോ മിനിറ്റിലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ആരോപണമുണ്ട്. ഇത് ജീവനക്കാരിൽ പലരുടെയും മാനസിക ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചുവെന്നും ജോലിയും സാധാരണ ജീവിതവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടമാക്കിയെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനായി യോഗങ്ങളുടെ ഫോർമാറ്റ് മാറ്റിയെന്നാണ് ഇതിനോട് സെബി പ്രതികരിച്ചത്. കൂടാതെ യോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുമെന്നും മാർക്കറ്റ് റെഗുലേറ്റർ പ്രതികരിച്ചു. എന്നാൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി സെബിയിലെ ജോലി സാഹചര്യം മോശമാണെന്നാണ് 5 പേജുള്ള കത്തിൽ ജീവനക്കാർ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പ്രതിക്കൂട്ടിലായിരുന്നു മാധബി ബുച്ച്. ഇതിന് പിന്നാലെയാണ് അവരുടെ ഓഫീസിലെ മോശം തൊഴിൽ സംസ്കാരം ചൂണ്ടിക്കാട്ടി ജീവനക്കാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ധനമന്ത്രാലയം എന്തു നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. അതേസമയം സെബി ചെയർപേഴ്സൺ മാധബി ബുച്ചിനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിയ ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന ഗുരുതര ആരോപണമായിരുന്നു ഹിൻഡൻബർഗ് റിസർച്ച് അടുത്തിടെ പുറത്തുവിട്ടത്. ബർമുഡയിലെയും മൗറീഷ്യസിലെയും അവ്യക്തമായ ഓഫ്ഷോർ ഫണ്ടുകളിൽ മാധബി ബുച്ചിനും ഭർത്താവിനും വെളിപ്പെടുത്താത്ത നിക്ഷേപം ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ആരോപണം നിഷേധിച്ച അവർ തനിക്കോ ഭർത്താവിനോ ഇത്തരത്തിൽ യാതൊരു നിക്ഷേപവും ഇല്ലെന്നായിരുന്നു മറുപടി നൽകിയത്. ഇതിന്റെ അലയൊലികൾ കെട്ടടങ്ങും മുമ്പാണ് ഇപ്പോൾ അടുത്ത വിവാദം ഉണ്ടായിരിക്കുന്നത്. ആരോപണ ശരങ്ങൾ പാഞ്ഞെടുക്കുമ്പോൾ ആ സമ്മർദ്ദം താങ്ങാനാവാത്ത ഒരു ഉദ്യോഗസ്ഥയായി മാറിയിരിക്കുകയാണ് മാധബി ബുച്ച്. സെബിയുടെ മുഴുവൻ സമയ അംഗമായിരിക്കെ മാധബി ICICI ബാങ്കിൽ നിന്നും കോടികൾ കൈപ്പറ്റിയെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചതോടെ ഹിൻഡൻബർഗ് മുന്നോട്ട് വെച്ച ആരോപണം പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതും മാധബിയുടെ മേൽ സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായിരുന്നു. നിലവിലെ സാഹചര്യം അവരുടെ രാജിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.